നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രാർത്ഥിക്കാനായി ഇടം അനുവദിക്കുന്നതിനെ തുടർന്നുണ്ടായ തർക്കത്തെ അപലപിച്ച് സിറോ മലബാർ സഭ അൽമായ ഫോറം. കോളേജിന്റെ സമാധാന അന്തരീക്ഷം തകർത്ത നടപടികൾ അംഗീകരിക്കാനാകില്ല എന്ന അൽമായ ഫോറം ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. നിസ്കരിക്കാൻ പ്രത്യേകം സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പലിനെ മണിക്കൂറുകളോളം ഓഫീസിൽ തടഞ്ഞുവെച്ച വിദ്യാർത്ഥികളുടെ നടപടിയെ സിറോ മലബാർ സഭ അൽമായ ഫോറം ശക്തമായി തന്നെ അപലപിക്കുകയാണ്. കോളേജിന് സമീപത്തുള്ള മസ്ജിദിൽ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോകുന്നതിന് തടസ്സമില്ല എന്നിരിക്കെ ക്രൈസ്തവ കോളേജിൽ തന്നെ നിസ്കരിക്കണം എന്ന ആവശ്യവുമായി രംഗത്ത് വന്നതിനെ ഒരു കാരണവശാലും നീതീകരിക്കാൻ കഴിയില്ല. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കാനുള്ള സൗകര്യം ഒരിക്കലും അനുവദിക്കാനാകില്ല എന്നും പറയുന്നു. ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സുഗമമായ നടത്തിപ്പിനെയും സുരക്ഷയെയും ഇത്തരം വേറിട്ട സംഭവങ്ങൾ ബാധിക്കുന്നുണ്ട്. ചില മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ കേരളത്തിൽ വളർന്നുവരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിൽ ശക്തമായ ചേരിതിരിവും ധ്രുവീകരണവും സൃഷ്ടിക്കും. ബുദ്ധിയുടെയും യുക്തിയുടെയും ബോധത്തിന്റെയും തന്നെ അതിരുകൾ ലംഘിക്കുന്ന ഈ പ്രവണതകൾ വിദ്യാർത്ഥികളിലേക്കും കുത്തിവെക്കുന്നത് ശരിയാണോ എന്നും മതരാഷ്ട്രീയ നേതൃത്വങ്ങൾ ചിന്തിക്കണം. നമ്മുടെ കേരളം പോലെയുള്ള ഒരു സമൂഹത്തിൽ ഇത് പല രീതിയിലുമുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഭയപ്പെട്ടിരിക്കുന്നു. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭരണഘടനാ അവകാശത്തെ തകർക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ആധുനിക സാമൂഹിക നിർമ്മിതിയുടെ എല്ലാ തറക്കല്ലുകളും തൂണുകളും തകർത്തെറിയുക തന്നെ ചെയ്യുമെന്നും ഭയപ്പെടേണ്ടതുണ്ടായിരുന്നു. വിദ്യാർത്ഥികളിൽ വേർതിരിവുകളുടെയും ഭിന്നതയുടെയും അധാർമികതയുടെയും വിത്തുകൾ പാവുകയാണ് ഇത്തരം നീക്കങ്ങളിലൂടെ ചിലർ ലക്ഷ്യമിടുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജാഗ്രതയോടെ കാണണം. കേരളത്തിൽ കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത സാഹോദര്യവും സമത്വവും ദുർബലപ്പെടുത്തുന്ന വികലമായ വിദ്യാഭ്യാസ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ ഇത്തരം മൂവാറ്റുപുഴ ശൈലികളെ അൽമായ ഫോറം കഠിനമായി അപലപിക്കുന്നു എന്നായിരുന്നു വാക്കുകൾ. ബന്ധപ്പെട്ട സംഘടനകളുടെ അധികാരികൾ വിദ്യാർത്ഥികളെ തിരുത്തണം. വിദ്യാർത്ഥികളെ ഉദാരതകളിലേക്കും മൂല്യങ്ങളുടെയും മനുഷ്യത്വത്തിന്റെയും നന്മകളുടെയും വ്യാപാരത്തിലേക്കും ബഹുസ്വരതയുടെയും സഹിഷ്ണുതയുടെയും ഉയരങ്ങളിലേക്കും നയിക്കുന്ന ശൈലികളാണ് വിദ്യാർത്ഥി സംഘടനകൾ അവലംബിപ്പിക്കേണ്ടത് എന്നാണ് പറയുന്നത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ സമാധാന അന്തരീക്ഷം തകർത്ത മുഖ്യധാര വിദ്യാർത്ഥി സംഘടനകളെ നിലയ്ക്ക് നിർത്താൻ രാഷ്ട്രീയ പാർട്ടികൾ പരിശ്രമിക്കണമെന്നും കലാലയങ്ങളിലെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നാണ് അൽമായ ഫോറം അഭ്യർത്ഥിക്കുന്നത് എന്നാണ് ഫോറം സെക്രട്ടറി ഡോണി ചിറ്റിലപ്പള്ളി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലൊരു വാർത്ത കത്തിക്കയറുകയാണ്. ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ ഇക്കാര്യം കൈവിട്ടു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല.